മമ്പുറപ്പൂ മഖാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവി റളിയല്ലാഹ്. മമ്പുറപ്പൂ മഖാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവി റളിയല്ലാഹ്. ചാനൽ ഇന്ന് നമ്മൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു മഹാന്റെ ചരിത്രത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. മലബാറിൽ വളരെ സുപ്രസിദ്ധവും പ്രശസ്തവുമായ ഒരാളാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് മമ്പുറത്ത് മറവട്ട് കിടക്കുന്ന മഹാനായ ഖുതുബുസ്സമാൻ മൗലദബീല സയ്യിദ് അലവി മൻഫുറബി ഖദ്ദസല്ലാഹു സിർറഹു. ഞാൻ എന്താണ് ഈ സമയത്ത് മഹാനവറുകളെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നവർക്ക്, മഹാനവറുകളുടെ ആണ്ട് അഥവാ മഹാനവറുകൾ വഫാത്തായ ദിവസം നമ്മിലേക്ക് അടുത്തു വരികയാണ്. മമ്പുറത്ത് പോയവർക്ക് അറിയാം, അവിടുത്തെ ജനങ്ങളും അവിടെ വന്നു പോകുന്ന ആളുകളും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവർ നേടിയ പരിഹാരങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നീറുന്ന വിഷമങ്ങൾ പറഞ്ഞ് മമ്പുറന്തങ്ങളെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞവർക്ക് വലിയ പരിഹാരമാണ് ഇന്നും തങ്ങൾ. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എല്ലാ മതസ്ഥരോടും, അത് ഏത് മതമാവട്ടെ മതമില്ലാത്തവരാവട്ടെ, മനുഷ്യനാണോ അവരെ പരിഗണിച്ച് അവന് വേണ്ട എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മമ്പുറന്തങ്ങൾ. മമ്പുറന്തങ്ങളും മങ്ങാട്ടച്ചനും തമ്മിലുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. ഇങ്ങനെ മമ്പുറന്തങ്ങൾക്ക് ഒരുപാട് ഹൈന്ദവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഒരുപാട് ആലിമീങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളിൽ മുൻനിരയിലുണ്ടായിരുന്നു മമ്പുറന്തങ്ങൾ. പക്ഷേ കാലക്രമേണ ചരിത്രത്തിൽ തങ്ങൾ വല്ലാതെ അവതരിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മമ്പുറന്തങ്ങൾ എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ കൂടുതൽ മമ്പുറന്തങ്ങൾ ചരിത്രത്തിലേക്ക് അടുക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, മമ്പുറന്തങ്ങളെ കുറിച്ച് പല വീഡിയോകളും പല ആളുകളും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചവരുമാണ്. പക്ഷെ എന്നിരുന്നാലും ബർക്കത്തിന് വേണ്ടി മഹാനായ മമ്പുറന്തങ്ങളുടെ ഉറൂസാണ് അടുത്ത ഞായറാഴ്ച മുതൽ 7-ാം തീയതി മുതൽ മമ്പുറത്ത് വലിയ പരിപാടിയായി നടക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്കും അതൊരു പങ്കുചേരാം എന്ന ഉദ്ദേശം മമ്പുറന്തങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരു കറാമത്ത് അല്ലെങ്കിൽ 2 കറാമത്ത് പറഞ്ഞ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മഹാനായ മമ്പുറന്തങ്ങൾ ഉപ്പാപ്പ താമസിച്ച വീട് ഇന്നും നമുക്ക് അവിടെ പോയി നോക്കിയാൽ കാണാൻ കഴിയും. വളരെ പ്രസിദ്ധമായ ഒരു വീടാണ്. ആ വീട് ഇന്നും അവര് അത് നിലനിർത്തിയിട്ടുണ്ട്. അത് പുല്ലും ഓലയും ഒക്കെ വേണ്ട ഒരു വീടാണ്. ഇന്നും അത് അവരിങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ആ വീടും നമുക്ക് കാണാം. ആ വീടിന് നേരെ മുമ്പിൽ ഇന്നൊരു പള്ളിയുണ്ട്. ഇരിക്കട്ടെ, മമ്പുറന്തങ്ങളുടെ മഖാമ് കാണാൻ അല്ലെങ്കിൽ മമ്പുറന്തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ നിന്ന് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു വലിയ ആലിമ വന്നാൽ അവർ നേരെ മമ്പുറം പോയി സിയാറത്ത് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടവരാണ്. കാരണം അത്രയും അവരൊക്കെ മനസ്സിലാക്കി മമ്പുറന്തങ്ങളെ കുറിച്ച്. ഒരുപാട് കാലം മമ്പുറന്തങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഏത് പ്രശ്നത്തിനും പരിഹാരമായിട്ട് ജനങ്ങൾ, അത് ഏത് മത്സരമാവട്ടെ, അവർ ആദ്യം അവസാന വാക്കായി കണ്ടിരുന്ന മമ്പുറന്തങ്ങളെയായിരുന്നു. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. 2 മനുഷ്യര് അവർ വലിയ ഒരു പ്രശ്നത്തിലായി എന്ന് പറഞ്ഞാൽ തമ്മിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ച് 2 പേരും കണ്ടാൽ മിണ്ടാതെയായി അഥവാ തെറ്റി പിണങ്ങി നിന്നു. അങ്ങനെ
പിന്നെ ഒരു ദിവസം ഈ പിണങ്ങി നിന്ന ആള് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മറ്റേ ആള് അഥവാ ആരോടാണോ പിണങ്ങി നിൽക്കുന്നത് അവന്റെ തോട്ടത്തിലെ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ വീഴുകയും അത് മറ്റേ ആളുടെ തലയിലേക്ക് വീണ് അവന് പരിക്ക് പറ്റി ചികിത്സയിലായി മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ തേങ്ങ വീണത് ആരുടെ തോട്ടത്തിൽ നിന്നാണ്? ഇവനോട് ശത്രുതയുള്ളവന്റെ തോട്ടത്തിൽ നിന്നാണ്. മരണപ്പെട്ടയാൾ മരണപ്പെട്ടു പോയി. അവന്റെ കുടുംബക്കാര് പറഞ്ഞു, ഈ ചെയ്തത് അഥവാ ഈ തേങ്ങ വീണത് പിന്നെ മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണ്, മനഃപൂർവ്വം ചെയ്തതാണ്, ഇവരുമായിട്ട് ശത്രുതയുണ്ടായിരുന്നു, അതുകൊണ്ട് അവന്റെ പറമ്പിൽ നിന്നാണ് തേങ്ങ വീണത്, അവനെ നിങ്ങൾ ശിക്ഷിക്കണമെന്ന് അവർ കോടതിയിൽ പോയി പറയുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തപ്പോ ഈ പാവം മനുഷ്യൻ, നിരപരാധിയായ മനുഷ്യൻ, ഇയാളൊന്നും അറിഞ്ഞിട്ടില്ല. ഇയാളെ തോട്ടത്തിൽ നിന്ന് തെങ്ങിൽ നിന്ന് തേങ്ങ വീണു. സ്വാഭാവികമല്ലേ, തെങ്ങാകുമ്പോൾ ചിലപ്പോൾ തേങ്ങ വീഴാം, അത് ചില ആളുകളുടെ മേലത്ത് ശരീരത്തിലേക്ക് വീണ് പതിക്കൊക്കെ സ്വാഭാവികമാണ്. ഇയാൾ നേരെ ഒമർ തങ്ങളോട് പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഒമർ തങ്ങളോട് പരിഹാരം ഉണ്ടാക്കാം. കേസ് രജിസ്റ്റർ ചെയ്ത് വീണ്ടും കേസിനെ വിളിച്ചപ്പോ ഇയാൾ വീണ്ടും ഒമർ തങ്ങളോട് പോയിട്ട് പറഞ്ഞു. ഒമർ തങ്ങൾ പറഞ്ഞു, ഓക്കെ, ഞാനിപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല, എന്റെ കേസ് ഞാൻ ഇവിടെ വിധിക്കാണെന്ന് നമ്മൾ ദുആ ചെയ്ത് പഠിച്ചവൻ അല്ലാഹുവേ, ആരാണോ അത് ചെയ്തത് അവനെ നശിപ്പിച്ചു കളയണം എന്ന് നമ്മൾക്ക് അറിയാം. ഇത് ചെയ്തതാരാ? ഇവനല്ല, മറിച്ചോ ഇത് തെങ്ങിൽ നിന്ന് സ്വയം വീണതാണ് എന്ന് ഞങ്ങൾക്ക് തീർത്തും ബോധ്യമുള്ളതാണ്. തങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്. അല്ലെങ്കിൽ തങ്ങൾ അങ്ങനെ ദുആ ചെയ്യൂല. കാരണം ഒരു മനുഷ്യന് കേടായിട്ട് ആരും ദുആ ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ തങ്ങൾ അവിടെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, ജനങ്ങൾക്ക് തെളിവാണ് വേണ്ടത്. അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വിധി ഇതാണ്, അവൻ അത് ആരാണ് ചെയ്ത് അവൻ നാളെ മരിക്കും. പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ തെങ്ങ് 4 കഷ്ണമായിട്ട് അവിടെ വീട് കിടക്കുന്നതാണ് എല്ലാവരും കണ്ടത്. അവർക്ക് ബോധ്യമായി കൊലപാതകം ചെയ്തത് ആരുമല്ല, തെങ്ങ് തന്നെ, അത് തെങ്ങിൽ നിന്ന് വീണ തേങ്ങ തന്നെയാണ് അതിന് ഉത്തരവാദി, ആരും അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറഞ്ഞ് ആ കേസ് അവിടെ അവസാനിപ്പിച്ചു. അവരുടെ കുടുംബക്കാരികളോട് മാപ്പ് പറഞ്ഞ് കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞ കേസ് അവിടെ അവസാനിപ്പിച്ചു. കണ്ടോ, ഒമർ തങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കി. ആ ഒമർ തങ്ങൾ ദുആക്ക് ഇജാബത്ത് നൽകി. ഇങ്ങനെ ഏത് പ്രശ്നത്തിനും ഞങ്ങൾ വലിയ ഒരു അത്താണിയായിരുന്നു അവിടെ. ഒരു ദിവസം ഒരാള് അമ്പലത്തേക്ക് പഴം നേർച്ച ഒരു മാങ്ങ നേർച്ചയാക്കി. പഴമോ വാങ്ങുമോ എന്നുള്ള പല വ്യത്യാസമുണ്ട്. ഏതായാലും പഴം നേർച്ചയാക്കി എന്നാണ് കൂടുതൽ ആളുകൾ പറഞ്ഞത്. പഴം നേർച്ചയാക്കി പോകുമ്പോൾ ചോദിച്ചു, ഇതിൽ എനിക്കൊന്ന് തരുമോ? ഒരാൾ വൈകി ചോദിച്ചു, ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ ചോദിക്കുമല്ലോ. പറഞ്ഞു, തരാൻ പറ്റില്ല, മമ്പർ നേർച്ചയാക്കിയതാണ്. പറഞ്ഞു, മമ്പർ നേർച്ചയാക്കി എന്താ എനിക്ക് തിന്നാല് എൻ്റെ വയറ് വീർപ്പോ എന്ന് ചോദിച്ചപ്പോൾ അയാള് തിന്നു മാത്രമല്ല, ഇയാൾ പറഞ്ഞു മമ്പർ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടോ എന്ന് പറഞ്ഞ് ഈ പടയിട്ട് പോയി ഇയാളോട് കുറച്ച് കഴിഞ്ഞിട്ട് തങ്ങളാ രക്ഷിക്കണം, നിങ്ങളോട് ചോദിക്കാതെ നിങ്ങൾക്ക് നേർച്ചയാക്കി പഴം ഞാൻ തന്നു, എൻ്റെ വയറ് വീർത്തുപോയി എന്ന് പറഞ്ഞു. മമ്പർ തങ്ങൾ പരിഹാരം പറഞ്ഞ തെങ്ങിന് അവിടെ ഒരു മാവുണ്ട്, എന്നെ കൊണ്ടേ കൊടുത്തോ എന്ന് പറഞ്ഞു. മാവിനെ പറ്റിപ്പിടിക്കുകയും ആ മാവിലേക്ക് ഈ ഒരു മുഴ അഥവാ വയറിൻ്റെ ആ മുഴ അങ്ങോട്ട് നിങ്ങൾ മാവ് മുളച്ചു നിന്നതായിട്ട് കാണാം. ഈ അടുത്ത് വരെ മാവ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഒഴിവാക്കി. അതേതായാലും കുറെ ആളുകൾ കണ്ടവരാണ്. നമ്മളെ വല്യപ്പന്മാരും നമ്മൾക്കുമാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനതായാലും കണ്ടിട്ടില്ല, കണ്ടവരുണ്ടാവാം. അങ്ങനെ ഒരുപാട് കറാമത്തുകൾ എണ്ണിത്തീരുക, ഒരുപാട് കറാമത്ത് കാണിച്ചൊരു മഹൽ വ്യക്തിത്വത്തിലുള്ളവയാണ് മഹാനായ മുത്തുബുസ്സമാൻ. അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. ആ മമ്പറം തങ്ങളുടെ ആണ്ടാണ് വരുന്ന മുഹറം 7-ന്. അതിനോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ മമ്പറം മഖാമിന്റെ പരിസരത്ത് 7-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. നമ്മളെല്ലാവരും ഇതിൽ സംഗമിക്കണം, നമുക്ക് അതിൽ ബർക്കത്തെടുക്കണം. അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.